ബുക്ക്. നെക്സ്റ്റ്. ഇനി പെൻസിൽ. പെൻസിൽ. നെക്സ്റ്റ്. പേനായിട്ടില്ല. പേരുടെ ആവശ്യമൊന്നുമില്ല. വേറെന്താ? നെയിം സ്ലിപ്പ് ഉണ്ടോ? ഇല്ല. നെയിം സ്ലിപ്പ്. പിന്നെന്ത് വേണ്ടേ? ലഞ്ച് ബാഗ്. ലഞ്ച് ബാഗാ? നമ്മളിങ്ങനെ തൂയിക്കൊണ്ട് നടക്കൂല ചേച്ചി ലഞ്ചിന്റെ ബാഗ്. ലഞ്ച് ബാഗ്. ലഞ്ച് ബോക്സ്. ഇതിനൊരു അവസാനവും ഇല്ലേ? കൊടു വാങ്ങിക്കൊടു. ലഞ്ച് ബോക്സ്. ഇനി ഡ്രോമക്സി ബോക്സ്. എന്ത്? ഡ്രോമക്സി ബോക്സ്. അതെന്ത് ബോക്സാ? ജോമെട്രി ബോക്സ്. ജിയോമെട്രി ബോക്സ് ആണ് ഉദ്ദേശിച്ചേ? അല്ല, അത് വെച്ച് പഠിക്കാൻ നീ ആയിട്ടില്ലല്ലോ. അതാവുമ്പോ നമുക്ക് വാങ്ങാം കേട്ടാ. അല്ല മക്കൾക്ക് എന്തിനാണ് ഈ ഡ്രോമക്സി ബോക്സ്? പ്രൊട്രാക്ടർ വെച്ച് പടം വരയ്ക്കാനാ. ഏത് ട്രാക്ടറാണ്? പ്രൊട്രാക്ടർ. തൽക്കാലം മോൾ ആ ട്രാക്ടർ ഓടിക്കാറായിട്ടില്ല. ആവുമ്പോ ചേച്ചി മേടിച്ചു തരാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഡ്രോമക്സി ബോക്സും പൊട്രാക്ടറൊക്കെ വാങ്ങിയിട്ട് എന്തോത്തിനാ? അതൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ. എല്ലാ കൊല്ലവും സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വാങ്ങി വെക്കും. അത് വല്ല ഉപയോഗിക്കുവോ? അതങ്ങനെ സ്കൂളിൽ പോയിട്ട് വേണ്ടേ? സ്കൂളിൽ പോവും. ഈ കൊല്ലം പാറ് സ്കൂളിൽ പോയില്ലെങ്കിൽ ചേച്ചിയുടെ സ്വഭാവം അറിയും. ഞാൻ സ്കൂളിൽ പോവാൻ ചേച്ചി. നീ ഡ്രോമക്സി ബോക്സും പൊട്രാക്ടറും വേണ്ട എന്താ വേണ്ടേ? വേറെ വേണ്ടേ? അതെഴുത്. അതൊന്നുമില്ല, പോവാ അവിടുന്ന്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ. സ്നാക്സ് ബോക്സ്. കഴിക്കാൻ വേണ്ടി മാത്രമാണോ പറഞ്ഞു സ്കൂളിൽ പോണേ? സ്നാക്സ് ബോക്സ്. പറ. കൊട. കൊടയൊന്നുമില്ല. പഴയ കൊട കൊടക്ക് പോയാ മതി. കൊട. എനിക്ക് കൊട. കൊടയില്ല. ശിവ കൊട. എന്റെ ഇവിടുത്തെ കൊട. എന്റെ കൊടയൊന്നുമില്ല. കൊടയുടെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചി എനിക്കൊരു പുതിയ കൊട. പുതിയ കൊട. പഴയ കൊട കൊണ്ടങ്ങ് പോയാ മതി. എനിക്ക് പുതിയ കൊട വേണം. പറഞ്ഞു നിനക്ക് പുതിയ കൊട വാങ്ങിക്കാൻ പിന്നെ പഴയ കൊട എന്ത് ചെയ്യും? പഴയ കൊട അമ്മൂമ്മയ്ക്ക് മുളക് ഉണക്കാൻ എടുക്കാം. അയ്യോ, അങ്ങനെ ഇപ്പൊ മുളക് ഉണക്കാനായിട്ട് ഒരു കൊടയുടെ ആവശ്യമില്ല. പഴയ കൊടം കൊണ്ട് പോയാൽ മതി. നിനക്ക് എന്താ വേണ്ടേ? മുളക് ഉണക്കോ തേങ്ങ ഉണക്കോ എന്താന്ന് വെച്ചാൽ നീയൊക്കെ കൂടെ അയക്കും. എനിക്കൊരു കൊട തരൂ, ഒന്ന് പുറത്തു പോയാൽ. ഇത്രയും വലിയ വീട്ടിലൊരു കൊട ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. എടാ, കൊടയൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് തന്നാലേ നീ അതുകൊണ്ട് കളയും. അതുകൊണ്ടാണ് തരില്ല എന്ന് പറഞ്ഞത്. ആകപ്പാട് ഒറ്റ കൊടയുള്ളൂ. എനിക്ക് കുഴിപ്പടത്ത് പോണതാ. ചുമ്മാ കളിക്കില്ലേട്ടാ, കൊടയിട്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ചേച്ചി? കുഴിപ്പടത്ത് ഒറ്റ കൊട കൊണ്ടാണ് പോണത്. എന്തോ ഞാനിത് ചുമ്മാ ബഹളം. ഒരു കൊട തരാൻ പറ്റൂല്ലേ? പാറു, നിനക്ക് ഇനി എന്താ വേണ്ടത്? ക്രയോൺസ്. എന്റെ കോച്ച, നീ ക്രയോൺസ് തിന്നുവാണ്. വിശക്കുമ്പോ എന്തോരം ക്രയോൺസ് ഇതിന് മേടിച്ചു കൊടുത്ത്. ഇനി ഞാൻ ചോദിക്കൂല കൊട. അമ്മൂമ്മ എടുത്ത് പോയിക്ക്. എന്തോ അമ്മൂമ്മയുടെ അടുത്ത് ചോദിക്കാൻ? അവൻ അത്യാവശ്യമായിട്ട് എവിടെയോ പുറത്തു പോണം. അമ്മൂമ്മയുടെ കൊടയൊന്ന് കൊടുക്കാൻ. അതിന് നിന്റെ കൊട ഇരിപ്പുണ്ടല്ലോ, നീ അതങ്ങോട്ട് കൊടുക്ക്. അത് ശരി, എന്റെ കൊട കൊടുത്തിട്ട് വേണം അവൻ കൊണ്ടേ കളയാൻ. നടക്കൂല. இல்ல லெச்சு, அவன் தொலைக்கலாம் மாட்டான். குடு லெச்சு. എന്റെ ചേച്ചി കോട് എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ കിടന്ന് കെഞ്ചിന്നെടുത്ത് കൊടുക്ക്. തരാം. എനിക്കറിയായിരുന്നു എന്റെ ചേച്ചി തരുമെന്ന്. പെട്ടെന്ന് ചേച്ചി. അല്ല, എന്തുവാണ് ഈ പെരുമഴയത്ത് അത്യാവശ്യമായിട്ട് കൊടയെ കൊണ്ടുപോക്ക്? അത് ഫ്രണ്ടിനെ കാണാം. ആ ഫ്രണ്ട് ഏതാടാ? അത് ഈ തൊണ്ടവേനൊക്കെ ഇല്ലടി. അപ്പൊ മെർലിനെ കാണാൻ. ആണോ കേശേ? മെർലിനെ കാണാനാണോടാ? പിന്നെ എനിക്ക് മെറിലിനെ മാത്രമേ കാണാനുള്ളല്ലോ. മെറിലിനെ അല്ല. ചേച്ചി കൊട കൊട. താങ്ക്സ്. ഓക്കെ. തിരിച്ചു കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ കേശു എന്റെ സ്വഭാവം മാറും. തിരിച്ചു കൊണ്ടുപോയി നീ എവിടെ കൊണ്ടുപോയി? തിരിച്ചു കൊണ്ടുവരില്ലേ? ഞാൻ കളഞ്ഞിട്ട് ചെയ്തു വെച്ചേ. ഞാൻ ഈ കീപ്പിരി കൊട ആ സൂചിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പോയേച്ചി അവിടുന്ന്. കൊടക്ക് താങ്ക്സ്. ചേച്ചി എനിക്കൊരു പുതിയ കൊട എഴുതി. പാറു, ഞാൻ പറഞ്ഞു പഴയ കൊട കൊണ്ട് പോയാൽ മതിയാന്ന്. മേടിച്ചു കൊടുക്കണം പുതിയ കൊട. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത് ആദ്യം പറഞ്ഞാലും അപ്പൊ തന്നെ നോ പറഞ്ഞ ചേച്ചിക്ക് ഒരു വിഷമമാണോ? എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ നോ പറയുന്നേക്കാലോ. നോ പറഞ്ഞില്ലെങ്കിലേ അവൻ കുറച്ച് കഴിയുമ്പോ തലേ കയറി തുടങ്ങും. അതുകൊണ്ട് ചേച്ചി എഴുത്. കൊച്ചിനെയും കൊണ്ട് വലിയ മേടാണല്ലോ. ബാക്കി അംബർലയുടെ സ്പെല്ലിംഗ് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.